ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ICSI ഓഗസ്റ്റിൽ ഇഷ്യൂ ചെയ്ത ഈ ബുള്ളറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കപ്പോൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. അതിൽ കുറച്ച് കൺസെപ്റ്റും അതിനെപ്പറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ജസ്റ്റിസ്. നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. സെക്കൻഡ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. തേർഡ്, തോട്ട് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ആൻഡ് ഫോർത്ത്, സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ പ്രിയാമ്പിളിൽ ജസ്റ്റിസിനെ പറ്റി പറയുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആണ്. ഇനി സെക്കൻഡ്, ലിബർട്ടി. ലിബർട്ടീനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് ഒരു ഇൻഡിവിജ്വലിനുള്ള ഫ്രീഡത്തെ പറ്റിയാണ് പറയണത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഫ്രീഡം ഉള്ളത് വരുന്നത്? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അപ്പോൾ ലിബർട്ടീൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇക്വാളിറ്റി ആണ്. ഇക്വാളിറ്റീനെ പറ്റി പറയുമ്പോൾ ലോയിൻ്റെ മുൻപിൽ എവ്രി വൺ ആർ ഈക്വൽ ബിഫോർ ലോ. അപ്പോൾ ഇതിൽ ഒരാൾക്ക് ഈക്വാലിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സ്റ്റാറ്റസിലും ഓപ്പർച്യൂണിറ്റിയിലുമാണ്. അപ്പോൾ ഇക്വാലിറ്റീൻ്റെ ഓപ്ഷൻ വരുന്നത് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഓപ്ഷൻ ഡി ആണ്. ഇനി ഫോർത്ത് വൺ, ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റിക്ക് നമുക്ക് ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് ഫസ്റ്റ് വൺ, ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ ആണ്. അപ്പോൾ ഫോർത്ത് വൺ, ഫ്രറ്റേണിറ്റീൻ്റെ ആൻസർ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1B, 2C, 3D ആൻഡ് 4A. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്വി ഫെസിറ്റ് പെർ ആലിയം ഫെസിറ്റ് പെർ സെ മീൻസ്. ഒരു ലാറ്റിൻ ഫ്രേസ് തന്നിട്ട് അതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി 3 ഫ്രേസിൻ്റെ മീനിങ് നോക്കാം. അപ്പോൾ ഹി ഹൂ ആക്ട്സ് ത്രൂ അനദർ ആക്ട്സ് ബൈ ഹിംസെൽഫ്. One cannot transfer better title than he has. Ignorance of law is no excuse. And a person should not be condemned unheard. ഈ 4 ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അതായത് ഹി ഹൂ ആക്ട്സ് ത്രൂ അനദർ ആക്ട്സ് ബൈ ഹിംസെൽഫ്. അപ്പോൾ നമുക്ക് ബാക്കി 3 ലാറ്റിൻ ഫ്രേസ് എന്താണെന്ന് നോക്കാം. വൺ cannot transfer better title than he has. അതിൻ്റെ ലാറ്റിൻ ഫ്രേസ് വരുന്നത് നീമോ ഡാറ്റ് കുവോഡ് നോൺ ഹാബിറ്റ് ആണ്. അപ്പോൾ അടുത്തത്, ഇഗ്നോറൻസ് ഓഫ് ലോ ഇറ്റ്സ് നോ എക്സ്ക്യൂസ്. അതിൻ്റെ ലാറ്റിൻ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോറാൻഷ്യ ജൂറിസ് നോൺ എക്സ്യൂസാറ്റ് എന്നാണ്. ഇനി ഫോർത്ത് വൺ, എ പേഴ്സൺ ഷുഡ് നോട്ട് ബി കണ്ടംപ്റ്റ് അൺഹേർഡ്. അതിൻ്റെ ലാറ്റിൻ ഫ്രേസ് വരുന്നതെന്ന് വെച്ചാൽ ഓഡി ആൾട്രം പാർട്ടം എന്നാണ് അതിൻ്റെ ലാറ്റിൻ ഫ്രേസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വി ഫെസിറ്റഡ് പെർ ആലിയം ഫെസിറ്റ് പെർ സെ മീൻസ് ഹി ഹു ആക്ട്സ് ത്രൂ അനദർ ആക്ട്സ് ബൈ ഹിംസെൽഫ്. അതാണ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not an essential element of a valid contract under section 10 of the Indian Contract Act 1872? Indian Contract Act 1872 പ്രകാരം ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻ്റ് അല്ലാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്, കോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ് ടു കോൺട്രാക്ട്, ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ലോഫുൾ ഒബ്ജക്റ്റ്, രജിസ്ട്രേഷൻ ഓഫ് ദി അഗ്രിമെൻറ്റ്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ് അല്ലാത്തതെന്ന് ചോദിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിൻ്റാണ് ഓപ്ഷൻ ഡി, രജിസ്ട്രേഷൻ ഓഫ് അഗ്രിമെൻ്റ് ആണ് ഇതിൻ്റെ ആൻസർ. ബാക്കി ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്, കോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ് ടു കോൺട്രാക്ട്, ലോഫുൾ കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ്, ഇതെല്ലാം ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ സീരീസ് 36, 34, 30, 28, 24 ഡാഷ് വാട്ട് നമ്പർ ഷുഡ് കം നെക്സ്റ്റ്. ഈ 24 കഴിഞ്ഞിട്ട് ആ സീരീസിൽ അടുത്ത നമ്പർ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻസ് 22, 26, 23, 20. ഈ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ നമുക്ക് നോക്കാം. 36, 34 അവർ തമ്മിലുള്ള ഡിഫറൻസസ് 2. 34 തമ്മിൽ 4. 30, 28 ഡിഫറൻസ് എത്രയാ? 2 ആണ് വരുന്നത്. 28 24 തമ്മിൽ 4 ആണ് വരുന്നത്. അപ്പോൾ ഒരു സീരീസ് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് 2, 4, 2, 4. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ 24 - 2 വരുമ്പോൾ 22 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, 22. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which word does not belong with the others?
ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ബാക്കിയുള്ളതുമായിട്ട് വരാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇൻഡെക്സ്ഡ്, ഗ്ലോസറി, ചാപ്റ്റർ, ബുക്ക്. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, ബുക്ക് ആയിരിക്കും ആൻസർ. ബിക്കോസ് ഇൻഡെക്സും ഗ്ലോസറിയും ചാപ്റ്ററും ഒക്കെ നമ്മുടെ ബുക്കിൻ്റെ കണ്ടൻസ് ആണ്. ബുക്ക് ഒരു കണ്ടന്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി, ബുക്കായിരിക്കും ആൻസർ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് CSET എക്സാം വരുവാണ്. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഈ ബുള്ളറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല രീതിക്ക് പഠിക്കുക ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ കറക്റ്റ് ആൻസേഴ്സ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.